സുഹൃത്തുക്കളെ, മതേതരത്വം പൂത്തുലഞ്ഞിട്ട് നിങ്ങളാരും അറിഞ്ഞിട്ടില്ലേ? എവിടാ ഇതൊക്കെ അറിയാനുള്ള ഒരു ഇതില്ലല്ലോ നിങ്ങൾക്കല്ലേ? അതെ, ഒരു പള്ളിയിൽ കയറിയത് കൊണ്ടുള്ള ഒരു ചീത്തയാണ് ഞാൻ ഇന്നലെ വാട്സപ്പ് തുറന്നത് മുതലുള്ള കേൾക്കുന്നത്. അപ്പം ഈ അമ്പലത്തിൽ കയറിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരോടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ചോദിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും ഇതിന് മതേതരവാദികൾ കമൻ്റ് ഇടണം. ആ വീഡിയോ കണ്ടിട്ട് നമുക്കൊന്ന് വരാം. നിസ്കാരപ്പള്ളിയിലായതുകൊണ്ട് അതിനങ്ങ് പറഞ്ഞോളൂ. അതെന്താ സംസാരിക്കാണ്ട് പോ. അല്ല, പെണ്ണുങ്ങളെ ആളുകളെ വരിക്കുന്നല്ല. നിങ്ങളല്ലേ വീഡിയോ എടുത്തതൊക്കെ? ഹിന്ദുക്കളായ ജന്തുക്കളെ, നിങ്ങളിത് കേട്ടല്ലോ അല്ലേ? ഇതിന് മുമ്പേ, അതായത് ഇവിടെ ഒരു ക്ഷേത്രത്തിനകത്ത് ചെരുപ്പിട്ടിട്ട് കയറിയിട്ട് ഇവർ ഇമ്മാതിരി ഡയലോഗ് ഇളക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതേ പള്ളിയിൽ, അങ്ങനെയുള്ളൊരു പള്ളിയിൽ, അവരാചാരപ്രകാരമുള്ള ഒരു പള്ളിയിൽ നമ്മൾ കയറിയത് കൊണ്ടുള്ള ഒരു കോലാഹലമാണ് നിങ്ങളിപ്പം കണ്ടത്. അപ്പോൾ അവർക്ക് നമ്മളെ ക്ഷേത്രങ്ങളിൽ കയറാം, ഗുരുവായൂർ അമ്പലത്തിൽ കയറാം, പ്രശ്നമില്ല. പക്ഷേ ഇവരെ പള്ളിയിൽ കയറിയാൽ ഭയങ്കര പ്രശ്നം. അത് എവിടുത്തെ ന്യായമാണ് സുഹൃത്തുക്കളെ? അതാണ് മതേതരവാദികളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അറിയാതിരിക്കില്ല, എന്തായാലും അറിഞ്ഞു കാണും. അമ്പലത്തിനകത്ത് ദഫ് മുട്ടും നോയമ്പ് തുറക്കലും ഒക്കെ നിസ്കരിക്കലും ഒക്കെ മതേതരത്വം പൂത്തുലമ്പി നിൽക്കുന്നു. ഒരു പള്ളിയിൽ ഒരാൾ, അതും പുറത്ത് നിന്നിട്ട്, പുറത്ത് നിൽക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നതല്ലേ? അപ്പോൾ ഈ അണ്ണാക്കിൽ വെച്ചിട്ട് ഈ മുസ്ലിം സ്ത്രീകൾ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദു ഇതിന് വേണ്ടിയിട്ട് പ്രതികരിച്ചോ? ഗുരുവായൂർ അമ്പലത്തിൽ താത്ത ഏത് സമയം പോയിട്ട് അവിടുന്ന് ഹാപ്പി ബർത്ത്ഡേ കണ്ണാ, മറ്റേ കണ്ണാ, ഇങ്ങനെ കണ്ണാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയിട്ട് ദഫ് മുട്ട്, ഉള്ളിലിരുന്നിട്ട് വെൽക്കം ചെയ്യൽ, ദഫ് മുട്ടിന് വെൽക്കം ചെയ്യൽ. അപ്പോഴൊന്നും ഇവിടെ മതേതരത്വം പൂത്തുലയുന്നില്ല സുഹൃത്തുക്കളെ. നമ്മൾ അമ്പലത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ പള്ളിയിൽ തൊട്ട് കളിച്ചാൽ വിവരം അറിയുന്നത് നിങ്ങളിപ്പം കണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ പറയുന്നത്, ഹിന്ദുക്കൾ വെറും ജന്തുക്കളാണ് എന്നുള്ളത്. ഹിന്ദുക്കളെ പള്ളി പരിസരത്ത് പോലും കയറാൻ വിടില്ല എന്നത്. അപ്പോൾ ശരിക്കുള്ള എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളൊന്നും ഇവിടെ വന്നിട്ട് ഇതിനൊരു മറുപടി പറയണം. ഞാൻ അന്ന് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യം സംസാരിച്ച സമയത്ത് നീ വർഗീയവാദി എന്ന് പറയുന്നത്, അപ്പോൾ ഇവറ്റകളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ഏത് തരത്തിലാണ് വിളിക്കേണ്ടതെന്നും കൂടി നിങ്ങൾ പറയണം. കൃത്യമായ മറുപടി നിങ്ങൾ തന്നേ പറ്റും. നിങ്ങൾക്ക് മാത്രം മതേതരം അങ്ങനെ വിഴുങ്ങിയാൽ പറ്റില്ലല്ലോ. കുറച്ച് ഹിന്ദുക്കൾക്കും മതേതരം വിഴുങ്ങട്ടെ. നിങ്ങൾ മാത്രമല്ല മതേതരവാദികൾ, എല്ലാവരും. അതായത് നിങ്ങൾ പറയുന്നുണ്ട് പ്രബുദ്ധന്മാരായ മലയാളികൾ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളത്. എങ്ങനെയാണോ പഠിക്കുക? ഇങ്ങോട്ട് നമ്മളെ പള്ളികൾ, നമ്മളെ ഈ ക്ഷേത്രങ്ങളിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളെ പള്ളിയിൽ കയറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോലാഹലങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? കണ്ടോ കണ്ടോ ശബരിമലയ്ക്ക് കാട്ടി കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇവളാരാ ഇതൊക്കെ പറയാം? ശരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ ഏതെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും മാമാ ചാനലുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ? വരില്ല. വരാൻ അവർക്ക് സമയവുമില്ല. ഒന്നാമത് അതാണ് സംഭവം, അല്ലാതെ വേറൊന്നുമല്ല. കഷ്ടമുണ്ട് ഹിന്ദുക്കളെ, കഷ്ടമുണ്ട്. നിങ്ങളെ കാര്യം ആലോചിച്ചിട്ട്. ഞാനും ഒരു ഹിന്ദു തന്നെയാണ്, പ്രതികരിക്കുന്ന ഹിന്ദു ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്ത് വിഷയത്തിനും ഞാൻ പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് ഇന്നലെ എനിക്ക് ഈ ഒരു വാട്സപ്പിൽ ഞാനിത് കണ്ടതുകൊണ്ടാണ് ഞാനൊരു പ്രതികരണം നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തന്നെ. അപ്പം ഇതിനെതിരെ വരും മതേതരവാദികളും
അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികളും ഉസ്താദുമാരും ഒക്കെ ഇതിനകത്ത് വരും, അതെനിക്കറിയാം. ഇത് എൻ്റെ ഒരു ചോദ്യം ഇത് മാത്രം. നമ്മൾ അമ്പലങ്ങളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ദഫ് മുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ പള്ളിയിൽ കയറിയിട്ടും അവിടെ ഇരുന്നിട്ട് മീറ്റിംഗ് വെക്കാം എന്നാണ് എൻ്റെ ഒരു ചോദ്യം. മറുപടി ഉണ്ടോ?